ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ റോമൻ കത്തോലിക്ക ചർച്ച് നമ്മുടെ ബഹ്റൈനിലാണ്. അപ്പോൾ ഈ ക്രിസ്മസിനകത്ത് നമുക്ക് അതൊന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വരവായി. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഗൾഫ് നാടുകളിലെ ഏറ്റവും വലിയ റോമൻ കത്തോലിക്ക ദേവാലയം നമ്മുടെ ബഹ്റൈനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബഹ്റൈനിലെ അവാലിയിൽ സ്ഥിതി ചെയ്യുന്ന ദി കത്തീഡ്രൽ ഓഫ് അവർ ലേഡി ഓഫ് അറേബ്യ എന്ന ദേവാലയത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉള്ളത്. 2021 ഡിസംബർ 9 ഈ ദേവാലയം ഉദ്ഘാടനം ചെയ്തത്. ബഹ്റൈൻ രാജാവ് നൽകിയ സ്ഥലത്താണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചത്. ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തോട് ചേർന്നുള്ള ഭിത്തികളിൽ പോപ്പിൻ്റെയും അതേപോലെ തന്നെ ബഹ്റൈൻ രാജാവിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസികളെയും സ്വീകരിക്കുന്നത് ഈ ചിത്രങ്ങൾ തന്നെയാണ്. പരിശുദ്ധ ദേവമാതാവിൻ്റെ പേരിലാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. കയ്യിൽ ഉണ്ണിയേശുവിനെയും പിടിച്ചുകൊണ്ട് ജപമാലയുമായി നിൽക്കുന്ന കന്യാമറിയമാണ് ഇവിടുത്തെ പ്രധാന ആരാധനാ രൂപം. ബൈബിളിൽ 8 എന്ന സംഖ്യയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ 8 വശങ്ങളോടുകൂടിയാണ് ഈ ദേവാലയം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ദേവാലയത്തിനുള്ളിലെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2300 ആണ്. ദേവാലയത്തിനുള്ളിൽ 2 ചാപ്പലുകളും കുമ്പസാരത്തിനുള്ള മുറിയും സജ്ജീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദേവാലയത്തിനുള്ളിൽ യേശുക്രിസ്തുവിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് നിരവധി ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അകത്തെ വീഡിയോസ് ഒന്നും ഒരുപാട് എടുത്തിട്ടില്ല. ഉള്ള വീഡിയോസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. ദേവാലയത്തിനുള്ളിൽ പോപ്പിനു വേണ്ടി പ്രത്യേക കസേര മാറ്റിവെച്ചിട്ടുണ്ട്. ബഹ്റിൻ്റെ തലസ്ഥാന നഗരമായ മനാമയിൽ നിന്നും 20 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 2013 ഫെബ്രുവരി 11 ബഹ്റിൻ രാജാവ് 9000 ചതുരശ്ര മീറ്റർ സ്ഥലം ദേവാലയത്തിനായി വിട്ടു നൽകി. 2014 മെയ് 9 വത്തിക്കാനിലെത്തിയ ബഹ്റിൻ രാജാവ് മാർപ്പാപ്പയെ കാണുകയും ഇവിടെ പണിയാൻ പോകുന്ന ദേവാലയത്തിൻ്റെ മാതൃക അദ്ദേഹത്തെ കാണിക്കുകയും ചെയ്തു. 2018 ജൂൺ 10 ദേവാലയത്തിൻ്റെ കല്ലിടീൽ കർമ്മം നടന്നത്. 2021 നവംബർ 5 പണി പൂർത്തിയായി. 2021 ഡിസംബർ 9 ബഹ്റിൻ രാജാവാണ് ഈ ദേവാലയം നാടിനായി സമർപ്പിച്ചത്. 2022 നവംബർ 4 മാർപ്പാപ്പ ബഹ്റിനിലെത്തിയപ്പോൾ ഈ ദേവാലയത്തിലെത്തുകയും ക്രിസ്ത്യൻ സമൂഹത്തോട് ബഹ്റൈൻ ജനത കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.